ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂന്തൽ എങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം, വളരെ സ്വാദിഷ്ടമായൊരു കൂന്തൽ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ കൂന്തൽ നമ്മൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള ആ തലവശത്ത് നിന്ന് വലിച്ചെടുക്കണം, ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇത്. പിന്നെ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു സാധനമുണ്ട്, അതും കൂടി നമ്മൾ എടുത്ത് കളയാം. കത്തി കൊണ്ട് ഇതുപോലെ വലിച്ചെടുക്കാൻ പാടാണ്. നമ്മളിതുപോലെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു സ്കിൻ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ കൂന്തൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇതിലധികം പണികളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ കൂന്തൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്ക് ഇതൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ എന്ത് പാടാണെന്ന്. പക്ഷേ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഇതാണ് കൂന്തൽ അഥവാ കണവ എന്ന് പറയും. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യണം, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ സ്കിന്നെല്ലാത്തിനും നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തലഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. തലയുടെ മേൽ സൈഡുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതിന് ഒരു ഇത്തിരി കട്ടിയായിട്ടൊരു ഭാഗമുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് കളയുക. ഉൾവശത്തെ കുടൽ പോലത്തെ കുടലാണത്, അത് കളയുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ തലയ്ക്കുള്ളിൽ ഒരു കറുത്ത ഒരു മഷി പോലെയുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ മഷി കലക്കിയ പോലെ ഇരിക്കും. അപ്പോൾ അത് പൊട്ടാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഭാഗത്തെ സ്കിന്നും കൂടി ഒന്ന് എടുത്ത് കളയാം. ഇവിടെ വെച്ച് പതുക്കെ കട്ട് ചെയ്യുക. മൊത്തത്തിൽ കട്ട് ചെയ്യരുത്, ആ മോൾ വശം മാത്രം കട്ട് ചെയ്യാൻ. ഉള്ളിൽ നിങ്ങൾ വലിച്ചെടുക്കുക ഉണ്ടോ. എന്നിട്ട് ഇതേ തൊലി ഇതുപോലെ വലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള മൊത്തം തൊലിയും പോയി പോവും. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള അതിൻ്റെ തലവശം മുഴുവൻ ക്ലീൻ ചെയ്തെടുക്കാം. എടുക്കണ്ട, ഇത് കളയാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനിയുള്ള തലഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കൂന്തളെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് മാത്രം ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം. കാരണം ഇതിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനോടുകൂടി തന്നെ, മുഴുവനോടുകൂടിയല്ല, അങ്ങനെ ചെറിയ ഒരുവിധം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട്
ഒത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കും. കുക്കറിൽ ഒരു 2 അടി അടിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇതിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുഴുവനോടിട്ടും ചെയ്യാം. പക്ഷേ ഇതിനുള്ളിൽ കുറച്ച് വഴുവഴുപ്പ് പോലെയുള്ളൊരു ഭാഗമുണ്ട്, അത് നമുക്ക് ക്ലീൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. കാണിച്ചു തരാം. ഉൾവശത്ത് ഇങ്ങനെ കറുത്തും അതുപോലെ ഇങ്ങനെ കണ്ടോ, ഇതേ ഭാഗങ്ങളൊക്കെ നമ്മൾ കളഞ്ഞെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ട് വേവിക്കാനായിട്ട് വെക്കണത്. ശരിക്കും കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരിക്കും ഒരു തവയിലിട്ട് വേവിച്ചെടുത്താൽ മതി. പക്ഷെ പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോൾ ടൈം ഒത്തിരിയായി. പെട്ടെന്ന് എന്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുക്കറിലിട്ടാണ് ഇപ്പോൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 3-4 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 3-4 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക. പിന്നെ ഈ ആവശ്യത്തിന് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ, ഒരു വിസിലടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല, വെന്തിട്ടുണ്ടായിരിക്കും. നമുക്ക് ചെമ്മീൻ്റെ ഒക്കെ അതേ വേവേ ഇതിനുള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂന്തൽ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസാക്കി ഇത് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. കാരണം ഇതൊന്ന് ചൂടാറി കിട്ടണമല്ലോ. അപ്പോൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ സോക്ക് കളയരുത്, അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചെറുതാക്കി ഇത് അരിഞ്ഞെടുക്കാം. ഇപ്പം ഇതിൻ്റെ വേവ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിയും താളിച്ചിടണ സമയത്ത് ഒത്തിരി നേരം ഇട്ട് വേവിക്കാനൊന്നുമില്ല. ഇപ്പം തന്നെ ഇതിൻ്റെ വേവ് ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തവ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇട്ടൊന്ന് വഴറ്റുക. ഇനി ഞാനൊരു 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1/2 സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കാം, 1/2 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ശരിക്കും മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇവിടെ ഒരു 1/2 മുറി തേങ്ങ ചെറുതാക്കി കൊത്തി വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ കൂന്തൽ വേവിച്ചെടുത്തപ്പം കുറച്ച് അതിൽ വെള്ളം ഉണ്ടായില്ലേ, ആ സൂപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് നമുക്കൊരു ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 2-3 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത്രയും ഗ്രേവി ഇരുന്നോട്ടെ, കാരണം കുറച്ച് നേരം കഴിഞ്ഞും നമ്മൾ ഈ കറി റെഡിയായി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഗ്രേവിയൊക്കെ കുറുകി വന്നോളും, ആവശ്യത്തിന് പരുവത്തിലായിക്കോളും. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ സ്വാദിഷ്ടമായ നമ്മുടെ കൂന്തൽ റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. വളരെ രസമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇനി കൂന്തൽ കിട്ടും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.
അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്